സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഒരു പേര് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നാടും നഗരവും എന്നാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ റോഡിലൂടെയുള്ള കാണാ കാഴ്ചകളും ഓരോ ഗ്രാമവീഥികളിലൂടെയുള്ള യാത്രകളും ഓരോ ആളുകളുടെ സ്വഭാവ രീതികളും ഞാൻ നിങ്ങളെ കാണാൻ സഹായിക്കാം. ഒന്നാമത്തെ റൂൾ നമ്പർ ഞാൻ പറഞ്ഞത്, റോഡിൽ പുലർത്തേണ്ട 3 കാര്യങ്ങളുണ്ട് ഒരു ഡ്രൈവർക്ക് കേട്ടോ. ഒന്ന് ബഹുമാനിക്കുക, രണ്ടാമത്തത് കരുണ കൊടുക്കുക, മൂന്നാമത്തത് ദയ. പിന്നെ ഈ റോഡിൻ്റെ കാര്യം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. അത് ഞാൻ വീഡിയോ സഹിതം പറഞ്ഞു തരാം. നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് ഞാൻ ബുധനാഴ്ച എഴുതിയതാണ്. ബുധനാഴ്ച 14/7/2024 നാടും നഗരവും എന്ന പേര് ഞാൻ എൻ്റെ ചാനലിന് നിർദ്ദേശിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ എനിക്കിത് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കഴിയുള്ളൂ. സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറഞ്ഞത്. ഇനി കാണാത്ത ആൾക്കാരാണെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ നിർദ്ദേശിക്കുക എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ കൂടുതലും എൻ്റെ വീഡിയോ കാണുന്നത് പുരുഷന്മാരാണ്. കാരണം ഡ്രൈവേഴ്സ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കണം. പിന്നെ അതേപോലെ കുട്ടികളൊക്കെ കുറച്ച് ശതമാനം മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമയമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഒന്നുകിൽ അവർ ഇൻസ്റ്റാഗ്രാമിലാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല ആപ്പിലാവും. അപ്പോൾ നിങ്ങൾ പരമാവധി റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി കരുണ കാണിച്ച് ബഹുമാനത്തോടുകൂടി ദയോടുകൂടി നിങ്ങൾ വാഹനം ഓടിക്കുക. റോഡിൻ്റെ പല ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർ സ്പീഡ് പോകുന്ന ആൾക്കാരാവും, ചിലർ മെല്ലെ പോകുന്നവരാവും. അപ്പോൾ നിങ്ങൾ റോഡിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ട് വേണം വാഹനം ഓടിക്കാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, ആർക്കും സമയമില്ലാത്തൊരു ജീവിതത്തിൻ്റെ പോക്കാണ്. അപ്പോൾ ആരെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ പരസ്പരം സുഹൃത്തുക്കളാവും, അല്ലെ കുടുംബക്കാരാവും, ബന്ധുക്കാരാവും. ഇവർക്കൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. കാറിൽ പോണവരായാലും ബസ്സിൽ പോണവരായാലും അതേമാതിരി ലോറിയിൽ പോണവരാണെങ്കിലും ബൈക്കിൽ പോണവരാണെങ്കിലും ആരെയും ശ്രദ്ധിക്കാനുള്ളൊരു കഴിവ് ഇപ്പോഴത്തെ ഒരു 3-4 വർഷമായിട്ട് ദൈവം അത് പിൻവലിച്ചിട്ടാണോ നമ്മളായിട്ട് വിട്ടുകൊടുത്തിട്ടാണോ അറിയില്ല. അപ്പോൾ നിങ്ങൾ വാഹനം റോഡിലോട് ഓടിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വാഹനം ഓടിക്കുക, ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റാതിരിക്കട്ടെ. പറ്റുമെന്ന് കരുതിയിട്ട് ഇല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഒരു ഡ്രൈവറും ഒരു ആളെയും ദ്രോഹിക്കില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി സൂക്ഷിച്ച് വാഹനം ഓടിക്കുക, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. തെറ്റ് ചിലപ്പോൾ നമ്മുടെ കയ്യിലാവും. ഇങ്ങോട്ട് വന്ന് അടിക്കണോന്നും തെറ്റുണ്ടാവും, നമ്മൾ അങ്ങോട്ട് പോയി അടിക്കണോട്ടും തെറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ പരസ്പരം അവിടെ വാദിച്ച് നിന്നിട്ട് നമ്മൾ സമയം പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടിയും പറയാം. നമുക്കെന്നെ സംസാരിക്കാനും മിണ്ടാനും പറയാനൊന്നും ആരുമില്ല. ഇതിനു മുന്നേ ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്നെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ഭൂമിയിൽ ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ. അപ്പോൾ നിങ്ങളും കൂടി അതൊന്ന് പരിഗണിക്കണം എന്ന് പറയാം. അപ്പോൾ ശരി.